Hello students, welcome to online accountancy class. Today we have to study theory base of accounting. Previous ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു accounting is the language of business. Therefore, it is universally acceptable. അക്കൗണ്ടിങ്ങിന്റെ ഭാഷ അല്ലെങ്കിൽ ബിസിനസിന്റെ ഭാഷയാണ് അക്കൗണ്ടിങ്. അതുകൊണ്ട് ഈ ഭാഷ എല്ലായിടത്തും ഒരുപോലെയാക്കുന്നതിന് വേണ്ടി ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അതായത് ലോകമെമ്പാടും ഒരേപോലെ ഏകീകൃതമായിട്ടുള്ള അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് മെത്തേഡ്സുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടിംഗ് മെത്തേഡ്സുകൾ ഗ്യാപ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന് 4 വിഭാഗമാക്കി തരംതിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത് അക്കൗണ്ടിംഗ് അസംപ്ഷൻസ് ആൻഡ് കോൺസെപ്റ്റ്സ്, രണ്ടാമത്തേത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ്, മൂന്നാമത്തേത് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്, നാലാമത്തേത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും അത് ആവർത്തിക്കുന്നു. നിങ്ങളുടെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്. ഓരോ ക്ലാസ്സിലെയും കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, നിങ്ങളുടെ മൈൻഡിൽ നിന്നത് പോകാതിരിക്കാൻ. ക്ലാസ്സുകൾ മിസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നുകൂടി അറിയാൻ വേണ്ടിയാണ് ഈ റിവൈൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പോയ 4 കാര്യങ്ങളെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിന് 4 വിഭാഗങ്ങളുണ്ട്. ആദ്യത്തെ വിഭാഗമാണ് അക്കൗണ്ടിംഗ് അസംപ്ഷൻസ് ആൻഡ് കൺസെപ്റ്റ്, ആൻഡ് രണ്ടാമത്തെ വിഭാഗം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ്, ആൻഡ് തേർഡ് പോയിന്റ് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്, ആൻഡ് ഫോർത്ത് പോയിന്റ് എന്താണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതിൽ ആദ്യത്തെ വിഭാഗമായ അക്കൗണ്ടിംഗ് അസംപ്ഷൻസ് ആൻഡ് കൺസെപ്റ്റ്സ്, അക്കൗണ്ടിങ്ങിന്റെ സങ്കല്പങ്ങൾ. ടീച്ചർ മുൻ ക്ലാസ്സിൽ പറഞ്ഞു അക്കൗണ്ടിങ്ങിന്റെ സങ്കല്പം. ഈ സങ്കല്പങ്ങളെ 4 തരംതിരിച്ചിട്ടുണ്ട്. 4 തരം സങ്കല്പങ്ങൾ, അതായത് നമ്മൾ സപ്പോസ് ചെയ്യാന്ന് പറയില്ലേ, അതായത് ഇമാജിൻ ചെയ്യും. ആ 4 തരം കാര്യങ്ങൾ, ചില അസംപ്ഷൻസ്. ഈ 4 കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമാജിനേഷൻ അനുസരിച്ചാണ്. ഞങ്ങൾ +2 നല്ല മാർക്കോട് കൂടി പാസ്സായി, ബികോമിന് ചേർന്ന് ബികോമും നല്ല മാർക്കോടുകൂടി പാസ്സായി നല്ല ജോലിയിൽ പ്രവേശിക്കും. അതൊരു അസംപ്ഷനാണ്. അതിനാണ് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്നേ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോ ഇങ്ങനെ അക്കൗണ്ടിങ്ങിന്റെ സങ്കല്പങ്ങളെ കുറിച്ചുള്ള പഠനം, അതായത് അക്കൗണ്ടിങ് സങ്കല്പത്തിൽ 4 പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 4 പോയിന്റ് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്യാണ്. ഒരുപാട് വൈഡ് ആയിട്ടല്ല, നിങ്ങൾക്കതൊന്ന് പറഞ്ഞു തന്നിരുന്നു. ഒന്നാമത്തെ സങ്കല്പം അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, അതായത് അക്കൗണ്ടിങ്ങിന് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഒരു ബിസിനസ് സ്ഥാപനത്തിനാണ്, ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു ഓണർ ഉണ്ട്. ആ ഓണറാണ് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പണം, മറ്റു വസ്തുക്കള്, അസറ്റ്സ്, ക്യാഷ്, ഈ ബിസിനസ്സിലേക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നൽകുന്നത്.
പക്ഷേ ഈ സങ്കല്പം അനുസരിച്ച്, അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച്, ഓണറും അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ഥാപനവും തമ്മിൽ പ്രത്യേക വ്യക്തികളായി കണക്കാക്കുന്നു. ബിസിനസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വ്യക്തിയും ഓണർ എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയും. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി കാശ്, ക്യാപിറ്റൽ മുടക്കി, അസറ്റുകൾ വാങ്ങിച്ച്, മെഷീനറികൾ വാങ്ങിച്ച്, അതുപോലെ തന്നെ ക്യാഷ് ഇടപാടുകൾ നടത്തി, പർച്ചേസ് നടത്തി, സെയിൽസ് നടത്തി ചെയ്യുമ്പോൾ ഓണർ എന്ന് പറയുന്ന വ്യക്തി ബിസിനസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് ബിസിനസിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി, ഒരു പ്രത്യേക വ്യക്തിത്വമായിട്ടാണ് കണക്കാക്കുന്നത്. ഓണർ എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം ബിസിനസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതിനാൽ ബിസിനസിനെ ഒരു പ്രത്യേക വ്യക്തിയായി കണ്ട് ബിസിനസ്സിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രത്യേകമായി രേഖപ്പെടുത്തി വെക്കുന്നു. എന്തിനെന്നാൽ ഓണറുടെ, അതായത് ബിസിനസിന്റെ ഉടമസ്ഥന്റെ പ്രൈവറ്റ് അഫയേഴ്സ്, വ്യക്തിപരമായിട്ടുള്ള ഇടപാടുകളും ബിസിനസ് അഫയേഴ്സ്, ബിസിനസ് ഇടപാടുകളും തമ്മിൽ കൂടിക്കലരാതിരിക്കാൻ വേണ്ടി എന്തിനാണ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കുന്നത്? അതായത് സ്ഥാപനത്തിന്റെ ഓണറുടെ പ്രൈവറ്റ് അഫയേഴ്സ്, വ്യക്തിപരമായ കാര്യങ്ങളും ബിസിനസ് അഫയേഴ്സ്, വ്യവസായപരമായ കാര്യങ്ങളും തമ്മിൽ കൂടിക്കലരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ബിസിനസിനെ ഒരു പ്രത്യേക വ്യക്തിയായി പരിഗണിക്കുകയും ബിസിനസിന്റെ കാര്യങ്ങൾ പ്രത്യേകം ബുക്കുകളിലേക്ക് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇൻ ദ ഐസ് ഓഫ് ബിസിനസ് ലോ, നിയമത്തിന്റെ കണ്ണിൽ, ബിസിനസിന്റെ നിയമത്തിന്റെ കണ്ണിൽ, ബിസിനസ് ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ആൻഡ് ഓണർ ആൻഡ് ബിസിനസ് ഈസ് എ ഡിഫറെന്റ് പേഴ്സൺസ്. രണ്ടുപേരും പ്രത്യേകം വ്യക്തികളാണ്. അതുകൊണ്ട് ബിസിനസ്സിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നു എന്ന നിലയിൽ. അപ്പൊ ബിസിനസ് എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ മുടക്കി കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാൻ അവർക്ക് ബാധ്യസ്ഥരാണ്. എന്തൊക്കെ ചെയ്യുന്നു, ബിസിനസിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അത് ഓണർക്ക് തിരിച്ചു കൊടുക്കാൻ അവര് ബാധ്യസ്ഥരാണ്. ഇനി അടുത്തതായിട്ട്, അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ എന്താണ് അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കൺസെപ്റ്റ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ഓൺ ഗോയിങ് കൺസേൺ. എന്താണ് ഓൺ ഗോയിങ് കൺസേൺ? ബിസിനസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ദീർഘകാലത്തെ നിലനിൽപ്പുണ്ട്. മനുഷ്യനും അങ്ങനെ തന്നെയല്ലേ? ജനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എല്ലാവരും മരിക്കില്ലല്ലോ, കുറെ കാലം നിലനിൽക്കും അല്ലേ? പെൺകുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ പാരന്റ്സ് അപ്പൊ തന്നെ ബാങ്കില് കുറച്ച് പൈസ ഫിക്സഡ് ആയിട്ട് ഇടുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയാ? നാളെ കുട്ടികൾ വലുതാകും, അവര് കല്യാണം നടത്തണം, അപ്പൊ അതിനുള്ള പൈസ ഇപ്പോൾ തന്നെ സേവ് ചെയ്യുന്ന പ്രക്രിയയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പാരന്റ്സും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. പാരന്റ്സ് പല വിധത്തിലും പലതരത്തിലുള്ളവരാണല്ലോ. അപ്പൊ ആൺകുട്ടികൾ വിചാരിക്കും, എന്താ ടീച്ചറെ ഞങ്ങളെയും കെട്ടിക്കണ്ടേ, ഞങ്ങൾക്ക് എന്താ പൈസ വേണ്ടേ? വീട്ടുകാരോട് പറഞ്ഞു ഞങ്ങൾക്ക് നാളെ കല്യാണം കഴിക്കണം. ടീച്ചർ പറഞ്ഞു ഇങ്ങനെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുമ്പോ എന്താണ് അതിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്, അപ്പൊ ഞങ്ങൾക്കും കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നല്ല ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കാലത്ത് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ആൺകുട്ടികളെ. നല്ല വിദ്യാഭ്യാസം വേണം, അത്യാവശ്യം കാശ് വേണം, കാറ് വേണം. പെൺകുട്ടികൾക്കൊക്കെ ഇപ്പൊ ഒത്തിരി ഡിമാൻഡ് ഉണ്ട്. നന്നായി പഠിച്ചോ, വെറുതെ ഉഴപ്പി നടക്കണ്ട. പെൺകുട്ടികൾ എങ്ങനെയെങ്കിലും പഠിച്ചൊരു ഡിഗ്രി എങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കും. നിങ്ങളോ? അതുകൊണ്ട് പഠിച്ചോ നന്നായിട്ട്. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിൽ ആരും പെണ്ണ് തരുമൊന്നും ഇല്ല കേട്ടോ. അപ്പം രണ്ടാമത്തെ പോയിന്റ് എന്താ? ഓൺ ഗോയിങ് കൺസേൺ. ഓൺ ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഓൺ ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞേ. അതായത് ഒരു ബിസിനസ്സിന് ദീർഘകാലം നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് ബിസിനസ്സിൽ രേഖപ്പെടുത്തുന്ന, ബിസിനസ്സിലേക്ക് വാങ്ങിക്കുന്ന എല്ലാ വസ്തുക്കളും, എല്ലാ അസറ്റുകളും
ബിസിനസ് ചെയ്യുന്ന എല്ലാ ഇടപാടുകളും ദീർഘകാലത്തേക്ക് നിലനിൽക്കും എന്ന് കരുതിയാണ് എന്നുള്ള സങ്കല്പത്തിനനുസരിച്ചാണ് ആര് പ്രവർത്തിക്കുന്നത്? ബിസിനസ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഇന്റൻഷനും ഇല്ലാതെ ഒരു കമ്പനിയും വൈൻഡിങ് അപ്പ് ചെയ്യില്ല. എന്താ വൈൻഡിങ് അപ്പ്? ലിക്വിഡേഷൻ, അടച്ചുപൂട്ടും. തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഒരു സ്ഥാപനം അടച്ചുപൂട്ടുകയുള്ളൂ. മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് ബിസിനസ്സിന് ദീർഘകാല നിലനിൽപ്പുണ്ടെന്നും ബിസിനസ്സിലേക്ക് ചെയ്യുന്ന കാര്യങ്ങള് ദീർഘകാലത്തെ ആശ്രയിച്ചാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിലെ ഓരോ ഇടപാടുകളും രേഖപ്പെടുത്തി വെക്കുന്നത് ബിസിനസ് ഒരു ഓൺഗോയിങ് കൺസേൺ ആണെന്ന് എന്ന സങ്കല്പത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. രണ്ടാമത്തെ പോയിന്റും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടുള്ള പാഠമായതുകൊണ്ടാണ് ടീച്ചർ ആവർത്തിക്കുന്നത്. പഠിക്കണം. എത്ര ആവർത്തിക്കുന്നു എന്നുള്ളതല്ല, അത് മനസ്സിലാക്കി പഠിക്കുക. ശ്രദ്ധിക്കുക ക്ലാസ്. മൂന്നാമത്തേത് മണി മെഷർമെന്റ്. എന്താ മണി മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മണി മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെഷറിങ്, മുൻപ് പഠിച്ചു ക്യാരക്ടറിസ്റ്റിക്സിൽ മെഷർമെന്റ് ഉണ്ടായിരുന്നു. ബിസിനസ്സിനൊരു സ്വഭാവമുണ്ട്, ബിസിനസ്സിനല്ല അക്കൗണ്ടിങ്ങിന്. അതായത് പണപരമായ ഇടപാടുകൾ മാത്രം രേഖപ്പെടുത്തി വെക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? അക്കൗണ്ടിങ്. ഏത് ബിസിനസ് ഇടപാടുകളാകട്ടെ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇടപാടുകൾ ഉണ്ടാകും, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇടപാടുകൾ മിക്സ് ചെയ്തിട്ടാണ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുക. പക്ഷെ അതിൽ ഓൺലി ക്വാണ്ടിറ്റേറ്റീവ്, പണപരമായി അളക്കാൻ സാധിക്കുന്ന ഇടപാടുകൾ മാത്രം രേഖപ്പെടുത്തി വെക്കുന്ന എന്ത്? ഒരു പ്രക്രിയയാണ്. അതായത് അങ്ങനെ രേഖപ്പെടുത്തി വെക്കണം. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത് എത്ര തന്നെ ബിസിനസ്സിന് ഗുണപ്രദമായാലും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള പണപരമായ മണി, ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ഇടപാടുകൾ മാത്രമേ രേഖപ്പെടുത്തി വെക്കാവൂ എന്ന സങ്കല്പത്തെ ബേസ് ചെയ്ത്, എന്ന അസംഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? അക്കൗണ്ടിങ് പ്രവർത്തിക്കുന്നത്. അടുത്തതായി ലാസ്റ്റ് പോയിന്റ്, അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ പോയിന്റിലേക്ക് വരിക. എന്താ രണ്ടാമത്തെ പോയിന്റ്? ഓൺഗോയിങ് കൺസേൺ ആണ്. ഇങ്ങനെ ഓൺഗോയിങ് കൺസേൺ ആകുന്ന ഒരു സ്ഥാപനത്തിന് ഒരു ലോങ് ബിസിനസ് പീരീഡ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, ഫിനാൻഷ്യൽ പൊസിഷൻ, പ്രോഫിറ്റ്, ആ ബിസിനസ് ഓപ്പറേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഇവയെല്ലാം അറിയുവാനായി ആ ലോങ് ടൈം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബിസിനസിന്റെ നിലവിലുള്ള പ്രസന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷനോ പ്രോഫിറ്റ് ആൻഡ് ലോസോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? എന്താണ് ചെയ്യുന്നത്? ബിസിനസ്സിനെ എന്താണ് ചെയ്യുക? അതായത് ബിസിനസ്സിനുള്ള ഇടയ്ക്ക്, അതായത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ അല്ലേ, ട്രെയിനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇടയ്ക്ക് ഓരോ സ്റ്റോപ്പുകളിൽ ഇങ്ങനെ നിർത്തും. സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി പരിശോധിക്കുന്നു. സ്റ്റോപ്പ് ആൻഡ് സീ. എന്ത്? ഈ വ്യവസായ സ്ഥാപനം, ഈ ബിസിനസ് കൺസേൺ എവിടെ വരെ എത്തി? വേർ സ്റ്റാൻഡ്, എവിടെയാണ് നിൽക്കുന്നത്? വാട്ട് ഇറ്റ് ഓസ്, എന്തൊക്കെ അതിന്റെ ബാധ്യതകള്? വാട്ട് ഇറ്റ്സ് ഓൺ, എന്തൊക്കെ സ്വന്തമായിട്ടുണ്ട്? ഇവയെല്ലാം അറിയുന്നതിനും ടേക്ക് ഫ്യൂച്ചർ ഡിസിഷൻ, ഭാവിയിലേക്ക് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാനും. Any problems here? ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ടു ടേക്ക് റെമഡിയൽ ആക്ഷൻ, നല്ല ആക്ഷൻസ്, അതിനായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനും എന്ത് സഹായിക്കുന്നു? എന്താണ് സഹായിക്കുന്നത്? അതായത് സ്റ്റോപ്പ് ആൻഡ് സീ, ഇടയ്ക്ക് നിർത്തി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതിനായി
അക്കൗണ്ടിങ്ങിൽ തന്നെ രൂപീകരിച്ചിട്ടുള്ള പീരീഡാണ് അക്കൗണ്ടിങ് പീരീഡ്. സാമ്പത്തിക വർഷം, ഫിനാൻഷ്യൽ ഇയർ. അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് ഒരു വർഷം ജനുവരി 1 ആരംഭിച്ച് ഡിസംബർ 31 അവസാനിക്കുന്നതാണ്. ജനുവരി 1 ആരംഭിച്ച് ഡിസംബർ 31 അവസാനിക്കുന്നതാണിത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഓരോ വർഷത്തിന്റെയും എൻഡിങ് അന്ന് അതുവരെയുള്ള വ്യാപാര ഇടപാടുകൾ എന്തൊക്കെയാണ് അത് കണ്ടെത്തി രേഖപ്പെടുത്തി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ തയ്യാറാക്കുന്നു. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഇങ്ങനെ തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിച്ചാൽ ആ സ്ഥാപനം എവിടെയാണ് നിൽക്കുന്നത്, നിലവിൽ അതിന്റെ വ്യാപാര സ്ഥിതി, ഫിനാൻഷ്യൽ പൊസിഷൻ, ഓപ്പറേറ്റിംഗ് റിസൾട്ട്, പ്രോഫിറ്റ് ഓർ ലോസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് എന്ത്? അക്കൗണ്ടിംഗ് പീരീഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉണ്ടാകണം. എക്സാമിന് ചോദ്യങ്ങൾ വരും. ആ ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ചോദിക്കും. അതായത് ഒരാള് ഇങ്ങനെ ഒരു ഉദാഹരണ സഹിതമൊക്കെയാണ് ചോദിക്കുക. ഒരാൾ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി, അദ്ദേഹം എന്ത് ചെയ്തു? അസറ്റ് വാങ്ങിച്ചു, അതിന് തേയ്മാന ചെലവ് കണക്കാക്കി, 10 വർഷത്തെ തേയ്മാന ചെലവ് കണക്കാക്കി. ഏത് സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തേയ്മാന ചെലവ് കണക്കാക്കിയത്? ഏത് കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ ഗോയിങ് കൺസേൺ. ഒരാൾ പിന്നെ ചോദിക്കുകയാണ്, ഒരാൾ മറ്റൊരു സ്ഥാപനവുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. കരാറ് 1 വർഷത്തേക്കുള്ള കരാറിൽ അയാൾ സൈൻ ചെയ്തു. പക്ഷേ ഈ പ്രവർത്തനം അക്കൗണ്ടിംഗ് ബുക്കുകളിൽ രേഖപ്പെടുത്തിയില്ല. ഏത് തത്വമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്? ഏതാ? മണി മെഷർമെന്റ്. മനസ്സിലായോ? പിന്നെ ചോദിക്കാം എന്താണ്? അതായത് ഒരു ഉടമസ്ഥൻ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്നും അദ്ദേഹത്തിന് പണം ആവശ്യമായി വന്നപ്പോൾ ബിസിനസ്സിൽ നിന്നും കുറച്ച് പണം കടമെടുത്തു. അത് ബിസിനസിന്റെ ബുക്കുകളിൽ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതായി വന്നു. എന്തുകൊണ്ടാണ്? അതാണ് അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരും. അപ്പോൾ ഏത് തത്വമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിസണിങ്, ആ ചോദ്യം നന്നായി ലിസൺ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ കാര്യങ്ങളില്ലേ, അതെല്ലാം കൃത്യമായിട്ട് എഴുതുക. അറ്റ്ലീസ്റ്റ് അതിന്റെ ഹെഡിങ് എങ്കിലും എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. എന്തായാലും അക്കൗണ്ടിങ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ചോദ്യം തരും. അപ്പൊ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഒക്കെ നല്ല മിടുക്കര് കുട്ടികളാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓരോ തലമുറ കഴിയും തോറും ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ അളവ് കൂടുന്നു എന്ന് പറയുന്നു. ഞങ്ങളുടെയൊക്കെ ബ്രെയിനേക്കാളും കൂടെ ചിലപ്പോൾ എന്നെക്കാളും നല്ല അറിവുള്ളവരായിരിക്കും ഈ മേഖലയിൽ നിങ്ങൾ. ഇനിയിപ്പൊ നിങ്ങളെ കൊണ്ടൊക്കെ, നിങ്ങളിപ്പോ ക്ലാസ് ഒക്കെ ശരിക്കും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ സംസാരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള അറിവുകൾ എനിക്ക് ശേഖരിക്കായിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു പ്രകൃതക്കാരിയാണ്. നിങ്ങൾക്ക് എന്തറിയാം എന്ന് ചോദിച്ച് നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളും കൂടി ഞാൻ ചോർത്തിയെടുക്കും. അതായത് നിങ്ങൾക്ക് എന്തറിവുള്ളത് അതും കൂടി. അപ്പൊ ആയതുകൊണ്ട് അപ്പൊ അക്കൗണ്ടിങ് അസംഷൻസ് 4 സങ്കല്പങ്ങൾ. ബിസിനസ് ഒരു പ്രത്യേക സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. പിന്നെ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഓൺ ഗോയിങ് കൺസേൺ ആണ്, ഇത് ലോങ് പീരീഡ് ആണ്. മൂന്നാമത്തെ മണി മെഷർമെന്റ്, ഓൺലി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. അടുത്തത് എന്താണ്? അക്കൗണ്ടിങ് പീരീഡ്. എവറി ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്പ് ആൻ അക്കൗണ്ടിങ് പീരീഡ്, ജനുവരി 1 to ഡിസംബർ 31. ഇനി അടുത്തതായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ അസംഷൻസ് കഴിഞ്ഞു.
ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ഏതാണ്? രണ്ടാമതായിട്ട് പറയുന്ന കാര്യം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ്. എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ? മറ്റേത് നമ്മൾ പറഞ്ഞ സങ്കല്പമാണ്. പക്ഷെ ഇത് യഥാർത്ഥത്തിലുള്ളതാണ്. ഇത് പാലിച്ചേ പറ്റൂ. നിയമങ്ങൾ, ചട്ടങ്ങൾ ഒക്കെ പോലെ തന്നെയാണ് പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ. അക്കൗണ്ടിങ്ങിന് ആവശ്യമായ തത്വങ്ങൾ. എന്താണ് അക്കൗണ്ടിങ്ങിന് ആവശ്യമായ തത്വങ്ങൾ? ഒന്നാമത്തത്, അതായത് ഒരു സ്ഥാപനം, ഒരു വ്യാപാര സ്ഥാപനം ഫോളോ ചെയ്യേണ്ട ചില റൂൾസ്, നോംസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഏതിലുള്ളത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലുള്ളത്. എന്താണോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതിനനുയോജ്യമായ രീതിയിൽ വേണം ഒരു സ്ഥാപനം അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ തയ്യാറാക്കാൻ. സങ്കല്പമൊന്നുമല്ല, കൃത്യമായ കാര്യങ്ങളാണ് ഏതിലുള്ളത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുള്ളത്. അപ്പൊ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബിസിനസിന്റെ ലോയാണ്. ബിസിനസിന്റെ ലോ. അത് പാലിച്ചുകൊണ്ട് വേണം ഓരോ ബിസിനസ് സ്ഥാപനവും തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? അതായത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിന് അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇൻ ദ ഐസ് ഓഫ് ലോ, സ്റ്റാറ്റ്യൂട്ടറി ലോ ആൻഡ് കോർട്ട് ലോ, അതായത് ബിഫോർ ദ കോർട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന പോലെയാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊന്നാമത്തെ പോയിന്റ് ആണ്, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. റവന്യൂ റിയലൈസേഷൻ. എന്താണ് റവന്യൂ റിയലൈസേഷൻ എന്ന് പറയുന്നത്? റവന്യൂ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ റവന്യൂ, ഒരു ബിസിനസ്സിന് കിട്ടുന്ന വരുമാനം. വരുമാനം എപ്പോഴും ഉണ്ടാകുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റവന്യൂ ഏൺഡ് ആക്ച്വൽ സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. റവന്യൂ ഏൺഡ് ആക്ച്വൽ സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഒരു ഉൽപ്പന്നമോ സേവനമോ യഥാർത്ഥത്തിൽ വിൽപ്പന നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് റവന്യൂ. അതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ്? ആന്റിസിപ്പേറ്റഡ് റവന്യൂയോ ആന്റിസിപ്പേറ്റഡ് സെയിൽസോ റവന്യൂ റിയലൈസേഷനിൽ രേഖപ്പെടുത്തില്ല. എന്താണ് ആന്റിസിപ്പേഷൻ? ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിൽപ്പനയോ ഭാവിയിൽ കിട്ടാൻ ഉണ്ടാകുന്ന റവന്യൂവോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്താൻ പാടില്ല. ആക്ച്വൽ ആയിട്ട് ഉണ്ടാകുന്നവ മാത്രമേ രേഖപ്പെടുത്തി വെക്കാൻ പാടുള്ളൂ. അതും മണി ഓർ മണീസ് വർത്ത്, പണമോ പണത്തിന് തത്തുല്യമായ രീതിയിലുള്ള കാര്യങ്ങളോ കൈമാറ്റം ചെയ്തുകൊണ്ട് നടത്തുന്ന സെയിലുകൾക്ക് മാത്രമേ എന്തു ലഭിക്കുകയുള്ളൂ? റവന്യൂ ആയിട്ട് പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് റവന്യൂ റിയലൈസ് ചെയ്യുമ്പോൾ എന്താണോ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സെയില്, അതിൽ നിന്നും എത്ര രൂപ വരുമാനം കിട്ടി എന്നുള്ളതാണ് രേഖപ്പെടുത്തി വെക്കുന്ന തത്വമാണ് റവന്യൂ. ഭാവിയിൽ എനിക്ക് ഞാൻ പഠിച്ച് ബികോം പാസ്സായി, അത് കഴിഞ്ഞ് CA പോയി, ഞാൻ CA കാരനായി, സ്ഥാപനം രൂപീകരിച്ച് അല്ലെങ്കിൽ ജോലിക്ക് കയറും, അപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് അക്കൗണ്ടിംഗ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്തുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, അത് മാത്രമേ രേഖപ്പെടുത്തി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വരുമാനം എന്തുണ്ട്? എന്റെ പേഴ്സൊക്കെ കാലിയാട്ടോ. 2-3 മാസം ലോക്ക്ഡൌണിൽ ഇരുന്നപ്പോൾ തന്നെ പേഴ്സൊക്കെ കാലി, തടിയും വെച്ചു. ഞാൻ വീട്ടിലിരിക്കല്ല, സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കഴിച്ച് പ്ലാവ് എന്ന് പറയുന്ന ആ മഹാവൃക്ഷത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചക്ക പോലെയായി.
ഇപ്പൊ ചക്കക്കാലം കഴിഞ്ഞു തുടങ്ങി, അതുകൊണ്ട് ഇപ്പൊ ചിലപ്പോ തടിയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുമായിരിക്കും. നിങ്ങളൊക്കെ പിന്നെ 0 സൈസ് ആയിട്ടുള്ള കുട്ടികളല്ലേ. അപ്പം അങ്ങനെ ആക്ച്വൽ ആയിട്ട് പക്ഷെ ഈ ഒരു റവന്യൂ റിയലൈസേഷനിലെ 2 കേസുകൾ എക്സെപ്ഷണൽ കേസാണെന്നല്ല പറഞ്ഞു. ആ എക്സെപ്ഷണൽ കേസുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഹയർ പർച്ചേസ് വ്യവസ്ഥയിൽ നടത്തുന്ന സെയിൽസ് ഇതിൽ രേഖപ്പെടുത്താം. എന്തുകൊണ്ട്? വൈ? ഹയർ പർച്ചേസ് വ്യവസ്ഥയിൽ രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ചെയ്യുന്ന കാര്യങ്ങൾ സെയിൽസ്? ബിക്കോസ് ഓരോ ഇൻസ്റ്റാൾമെന്റുകളും അതായത് ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്, ഇതിന്റെ ഗഡുക്കളായിട്ടാണ് ഇതിന്റെ പണം കൊടുക്കുന്നത് അല്ലെ. നമുക്കറിയാലോ, ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ നമ്മൾ സാധനം വാങ്ങിക്കില്ലേ. പക്ഷെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോൾ തന്നെ ചിലപ്പോൾ സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തും. അപ്പൊ നമുക്ക് അവിടെ രേഖപ്പെടുത്താം എന്ത്? അങ്ങനെയുള്ളവ. ആന്റിസിപ്പേറ്റഡ് സെയിൽസ് അല്ല, സെയിൽസ് നടന്നു, പണം പതിയെ പതിയെ കിട്ടും. അത് നമുക്ക് ക്രെഡിറ്റ് സെയിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അങ്ങനെയുള്ള കച്ചവടങ്ങൾ, അങ്ങനെയുള്ള സെയിൽസിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ നമുക്ക് റവന്യൂ ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തത് കോൺട്രാക്ട്. കോൺട്രാക്ട് നിങ്ങൾക്ക് അറിയില്ലേ, ഈ കരാറ് ജോലിയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് 3 വർഷത്തേക്ക് 4 വർഷത്തേക്കൊക്കെയാണ്. പക്ഷെ ഓരോ കൊല്ലവും ആർക്കിടെക്റ്റ് അത് വെരിഫൈ ചെയ്യും. എത്ര വർക്ക് സർട്ടിഫൈ ചെയ്തു, എത്ര വർക്ക് അൺസർട്ടിഫൈഡ് ആയി. അതായത് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വർക്ക് സർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഈ വർഷം നടന്ന വർക്ക് ഇത്ര, അതിന് എത്ര എമൗണ്ട് ചെലവായി, അതിനെത്രയാണ് അതിന്റെ വരുമാനം എന്നുള്ളതെല്ലാം രേഖപ്പെടുത്തും. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇനി പണിയാൻ ബാലൻസ് കിടക്കുന്ന പണി. അപ്പൊ ഇങ്ങനെയുള്ള കരാർ ജോലികളും ലഭിക്കുന്ന, അല്ലെങ്കിൽ കരാറിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും എന്ത് ചെയ്യാവുന്നതാണ്. കാരണം ഓരോ കൊല്ലവും നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതും നമുക്ക് ഇതിൽ രേഖപ്പെടുത്താം, അക്കൗണ്ടിംഗ് ബുക്കുകളിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് കിട്ടിയോ? റവന്യൂ റിയലൈസേഷൻ. അടുത്തത് വെരിഫയബിൾ ഒബ്ജക്റ്റീവ്സ്. വെരിഫയബിൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും വിശ്വസിക്കണമെങ്കിൽ, ക്രിസ്ത്യാനികൾ പറയും തോമസ് ലീഹായെ പോലെയാണ് അവരെന്ന്. കാരണം എന്താ വെച്ചാൽ കണ്ടേ വിശ്വസിക്കുള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാണ് ബിസിനസ്സും. ബിസിനസ്സിന് എന്ത് കാര്യങ്ങളും നമ്മൾ അക്കൗണ്ടിംഗ് ബുക്കിലേക്ക് രേഖപ്പെടുത്തിയാലും ആ ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ തെളിവ്, അതായത് അതിന്റെ രേഖകൾ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസുകൾ രേഖപ്പെടുത്താൻ. നടത്തി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? രേഖപ്പെടുത്തി വെച്ചിട്ട് കാര്യമില്ല. അതിന്റെ തെളിവുകൾ ചോദിക്കുമ്പോൾ, അപ്പൊ ഓഡിറ്ററൊക്കെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഓഡിറ്റർ പരിശോധിക്കും. അപ്പൊ എവിടെയെങ്കിലും സസ്പീഷ്യസ് ആയിട്ട്, അതായത് അയാൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ട് അയാൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് അദ്ദേഹം ആവശ്യപ്പെടുക എന്താണെന്നറിയാമോ? എവിടെ ഈ ട്രാൻസാക്ഷന്റെ രേഖകൾ എവിടെ? എനിക്കിതിലൊരു ഡൗട്ട് ഉണ്ട്, ഇതിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും കറപ്ഷൻസ് നടന്നിട്ടുണ്ടോ, കറപ്ഷൻസ് എനിക്കത് കണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിനാവശ്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാനായിട്ട് അവർക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഈ ഓരോ ഇടപാടുകളും അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ആ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ വിൽപ്പന നടത്തുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വൗച്ചേഴ്സ് ഉണ്ടാകും, വാങ്ങുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ റെസിപ്റ്റ് ഉണ്ടാകും, പിന്നെ ഇൻവോയ്സ് ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള രേഖകൾ ഓരോ ഇടപാടിനും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ പിന്നീടുള്ള ചാപ്റ്ററുകളിൽ നിങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഓരോ രേഖകളും പരിശോധിച്ച് അതിലെന്താണോ എഴുതിയിട്ടുള്ളത്, അതിലെന്താണോ കാണിച്ചിരിക്കുന്നത്, അതിനനുയോജ്യമായ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അക്കൗണ്ടിംഗ് ബുക്സുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ തത്വം, പാലിക്കേണ്ട തത്വം വെരിഫയബിൾ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. എപ്പോഴും നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? അതിനൊപ്പം ഒരു എവിഡൻസ് അതിന് ഉണ്ടായിരിക്കണം. ആ രേഖകൾ നോക്കി യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ, ഇടപാടുകൾ നമ്മൾ എന്തിലേക്ക് നടത്തണം? അതായത് അക്കൗണ്ടിംഗ് ബുക്കുകളിലേക്ക് നടത്തണം. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ പ്രിൻസിപ്പിൾസിൽ ഒന്നാമത്തത് റവന്യൂ റിയലൈസേഷൻ, രണ്ടാമത്തത് വെരിഫയബിൾ ഒബ്ജക്റ്റീവ്സ്.
ഇത്രയും 2 പോയിന്റ് പറഞ്ഞു. അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ ആവർത്തിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മറ്റു പോയിന്റും കൂടി പഠിക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ടീച്ചർ നിർത്തുകയാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, വായിച്ചു നോക്കുക, മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചേർത്തുക. അതുപോലെ തന്നെ ബുക്സ് ഒക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വരും. അപ്പം ടീച്ചർ ആ പഠിക്കാനുള്ള ഭാഗങ്ങൾ അടയാളപ്പെടുത്തി തരാം കേട്ടോ.